ഹായ് ഡിയർ. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്? അതിന് നിങ്ങൾക്ക് ഡിവൈൻ എന്ത് ഗൈഡൻസ് ആണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് 3 പൈൽസ് ചൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാമായിട്ടിരുന്ന ശേഷം ഒന്ന് ശ്വാസമെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് ചൂസ് ചെയ്യുക. ഇതിലൊരു പൈൽ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ചൂസ് ചെയ്താലും മതിയാവും. ഇപ്പോൾ ചൂസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഡിയർ. അപ്പോൾ ഫസ്റ്റ് പാനലിൻ്റെ റീഡിംഗ് ആണ് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ ആ ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ആഴത്തിൽ എന്തോ കാര്യം പഠിക്കാനായിട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ അപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങളുടെ മറ്റു ജീവിത സാഹചര്യങ്ങളിലൊക്കെയും ഒരു സമൃദ്ധി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. അതിന് സാധിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യം പഠിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു സമൃദ്ധി നേടാനായിട്ട് സാധിക്കും. അവിടെ പെട്ടെന്നൊരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാൻ, നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, പെട്ടെന്ന് കാര്യം നടക്കണം എന്നുള്ള രീതിയിൽ നിൽക്കരുത്. അതിൻ്റേതായിട്ടുള്ളൊരു ടൈം എടുക്കും. നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾ അതിലൊരു എഫേർട്ട് കൊടുക്കുക. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ ഡിയർ, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു സമൃദ്ധി ഉണ്ടാകും, നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങൾ വളരെയധികം നിങ്ങൾക്കൊരു മെൻ്റൽ പീസ് കൂടി ഈ ഒരു കാര്യത്തിലൂടെ കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി മെച്വേർഡായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു അറിവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. അടുത്ത സെക്കൻഡ് പൈലിൽ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ കുറച്ച് കെയോസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. അതായത് നിങ്ങൾക്ക് കുറച്ചധികം സങ്കടങ്ങളുണ്ടാകാം. നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാം. ചിലപ്പോൾ ജോലിയിലൊക്കെ അത്രയ്ക്ക് നിങ്ങൾക്കൊരു ഒരു വരുമാനം കിട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊരു റിസൾട്ട് കിട്ടാത്ത രീതിയിൽ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും അങ്ങനെയായിരിക്കാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അവിടെ ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി വരും. ഓക്കെ, അവിടെ നിങ്ങളുടെ ഒരു എഫേർട്ട് ആവശ്യമാണ്. ഓക്കെ ഡിയർ, അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അവിടെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത്, ഒരു സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള സാമ്പത്തികം എങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻ്റ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ സാമ്പത്തികത്തിലൊരു കുറവുണ്ടെങ്കിൽ എങ്ങനെ ആ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കാതെ, തളർന്നിരിക്കാതെ, എന്താണ് ഇവിടെ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുക, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു റിസൾട്ട് പിന്നീട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ തളർന്നിരുന്നു പോയാൽ അവിടെ എന്തായിരിക്കും റിസൾട്ട്? അവിടെ ഒരു നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് അത് കൃത്യമായി കണ്ടെത്തി അത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഡിയർ. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുക അത് ചെയ്യാം. ഓക്കെ, അടുത്ത് പൈൽ നമ്പർ 3. ഇവിടെ നിങ്ങൾ കുറച്ച് ആവേശം കൂടുതലുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ ഡിയർ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ആവേശം കൂടുതൽ നിങ്ങളുടെ മെൻ്റൽ പീസിനെ ബാധിക്കുന്നുണ്ടാവാം. അമിതമായിട്ടുള്ള ദേഷ്യം വരാം, സങ്കടം വരാം. സന്തോഷിക്കുകയാണെങ്കിലും അത് ചിലപ്പോൾ നിങ്ങൾ ഹാപ്പിയാണെന്ന് സ്വയം ബോധിപ്പിക്കാനുള്ള അങ്ങനെ ഉള്ള രീതിയിലുള്ള ഒരു ഇമോഷൻസൊക്കെ ആയിരിക്കാം. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവിടെ എന്താ പറയുകയാണ്, ഒരു നിങ്ങളെന്നുള്ള വ്യക്തി ആകെ ഒരു ഡാമേജ്ഡ് ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ ഡിയർ.
അതല്ലെങ്കിൽ നിങ്ങൾ എനിക്കിത് നേടണം എന്നുള്ള ഒരു ആവേശത്തിൽ, ഭയങ്കരമായിട്ടുള്ളൊരു ആവേശത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടാവാം. അപ്പോൾ ആവേശം ഒന്ന് കുറയ്ക്കുക. നമ്മൾ അത്രയും ആവേശം കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആവേശം നല്ലതാണ്, പക്ഷേ ഒരു നമുക്കൊരു കൺട്രോൾ ഉള്ളിൽ വേണമല്ലോ. അതല്ലെങ്കിൽ അവിടെ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ആവേശം ഒന്ന് കുറയ്ക്കുക, നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്കിങ്ങനെ അമിതമായ ദേഷ്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാം ഡൗൺ ആവുക. നിങ്ങൾ ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങൾ എന്താ പറയുക, ഗ്രൗണ്ടിങ് ഒക്കെ ചെയ്യുക. അതായത് പുറത്തേക്കൊക്കെ ഇറങ്ങി, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ചപ്പലിടാതെ ഭൂമിയിൽ ചവിട്ടി നടക്കാം, നിങ്ങൾക്ക് ചെടി നനച്ച് കൊടുക്കാം, പ്രകൃതിയുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, ജലാശയങ്ങളുടെ അടുത്ത് ഇരിക്കാം, ബീച്ചിലൊക്കെ പോവാം. അങ്ങനെ നിങ്ങളെ ഒന്ന് കാമാക്കി കൊണ്ടുവരാം. ഓക്കെ ഡിയർ. ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ്, നിങ്ങൾക്ക് ഒരു നിങ്ങൾ മറ്റുള്ളവരോട് സെൽഫിഷായിട്ട് പെരുമാറാനുള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഈ ഒരു ആവേശം കാരണം. ഓക്കെ ഡിയർ. നിങ്ങൾക്ക് നിങ്ങളെപ്പോലും കാണാൻ പറ്റുന്നില്ല ഓൾറെഡി. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഇമോഷൻസിൽ ഓവർവെൽംഡ് ആണ്. ഇമോഷൻസ് കൊണ്ട് പൊതിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങളെക്കാളും മുകളിൽ നിൽക്കുകയാണ് ഇമോഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കൂടി കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെയും കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ കാഴ്ചകളൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിക്കണം, നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നിങ്ങളൊന്ന് കാമാകണം. ഒപ്പം തന്നെ ചുറ്റിലുമുള്ള വ്യക്തികളെയും കൂടി കാണാനായിട്ട് ശ്രമിക്കണം. നമ്മൾ സ്വാർത്ഥരാകണം. അത് നമ്മുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം, മറ്റുള്ളവർക്ക് ഉപദ്രവകരമാവാത്ത രീതിയിൽ. ഇത് പക്ഷേ നിങ്ങളുടെ ഒരു സ്വാർത്ഥത ചിലപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഒരു ഹാംഫുൾ ആകുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഹാംഫുൾ ആകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ഓവറായിട്ടുള്ള ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാം. ഓക്കെ ഇല്ലയാ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഞാൻ എടുത്ത റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഡിയർ. അപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസ് സ്വീകരിച്ച് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.